ദേവീ ശരണം. നമ്മുടെ കളഞ്ഞാട് കുടുംബത്തിൻ്റെ, നമ്മുടെ മണിയങ്കാലയിൽ കുടുംബത്തിൻ്റെ കീഴ്വകയായിട്ടുള്ള കളഞ്ഞാട് കുടുംബത്തിൻ്റെ ആൽത്തറയായിരുന്നു ഈ ക്ഷേത്രം. ഇന്ന് നിലനിൽക്കുന്ന ഈ ക്ഷേത്രം മുമ്പ് ആൽത്തറയായിരുന്നു. അപ്പൂപ്പൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമായിരുന്നു നമ്മൾ വെച്ചാരാധന നടത്തിയിരുന്ന. അതിൻ്റെ കൂടെ ഒട്ടേറെ മൂർത്തി, മന്ത്രമൂർത്തി, യോഗീശ്വരൻ എല്ലാവരും ഉണ്ടായിരുന്നു. ഒടുവിൽ നമ്മൾ 4 വർഷം മുൻപ് ഇവിടെ അഷ്ടമംഗല ദേവപ്രശ്നം വെച്ചപ്പോൾ ഇവിടെ നമുക്ക് തെളിഞ്ഞു കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവീ ചൈതന്യം, സീതാദേവിയുടെ ഒരു അംശവും ചേർന്ന ദേവീ ചൈതന്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. കീഴ്തോണി ഭഗവതി ക്ഷേത്രത്തിൻ്റെ നാശത്തോടനുബന്ധിച്ച് ദേവി ഇവിടെ വന്ന് ഇവിടെ കുടിയിരിക്കുന്നതായിട്ടാണ് അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു കണ്ടത്. ഒരാഴ്ച നീണ്ടുനിന്ന ദേവപ്രശ്ന വിധികളും അതിനോടനുബന്ധിച്ചിട്ടുണ്ടായിരുന്ന പൂജാതി കർമ്മങ്ങളോടും കൂടി ഇവിടെ ഒരു ദേവീക്ഷേത്രം മുഖ്യ ദേവാലയമായി പണിയണമെന്നും ഗണപതിയും അപ്പൂപ്പൻ എന്ന് പറയുന്ന മാടസ്വാമിയും അവരെ ഉപദേവതകളായിട്ടും കുടിയിരുത്തണമെന്ന് തെളിയുകയുണ്ടായി. അങ്ങനെ നമ്മളുടെ എല്ലാം കുടുംബാംഗങ്ങളുടെ എല്ലാം പരിശ്രമ ഫലമായി ഞങ്ങൾ ഈ ക്ഷേത്ര നിർമ്മാണം നടത്തുകയുണ്ടായി. ഈ ക്ഷേത്രത്തിൻ്റെ നമ്മളുടെ തന്ത്രി അദ്ദേഹം എന്ന് പറയുന്നത് വാസുദേവ സോമയാജിപ്പാടാണ്. അദ്ദേഹത്തിൻ്റെ മുഖ്യ ധാർമ്മികത്വത്തിൽ നടന്ന പൂജാതി കർമ്മങ്ങളിൽ ഇവിടെ ദേവപ്രശ്ന വിധി പ്രകാരം ശ്രീചക്ര പ്രതിഷ്ഠ ഇവിടെ നടത്തുകയുണ്ടായി. എല്ലാവർക്കും അറിയാം, ഈ ഒരു 10-30 കിലോമീറ്റർ ചുറ്റളവിൽ ശ്രീചക്ര പ്രതിഷ്ഠ ഉള്ള മറ്റൊരു ദേവാലയം ഇന്ന് നിലവിലില്ല. ശാന്തസ്വരൂപിണിയായ സർവ അഭീഷ്ടദായിനിയായ ദേവിയാണ് ഇവിടുത്തെ മുഖ്യ ശില. ഇവിടെ വന്ന് ഭജിക്കുന്ന ഓരോ ഭക്തർക്കും അവരുടെ ഇഷ്ടപ്രകാരമായ ആഗ്രഹ സഫലീകരണത്തിനുതകുന്ന എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകിക്കൊണ്ട് ദേവി സർവസ്വരൂപിണിയായി നിലകൊള്ളുന്ന ഇവിടെ ഗണപതി ഭഗവാനും മാടസ്വാമിയും ഉപദേവതകളായിട്ടുമുണ്ട്. ഇവിടെ എല്ലാ മാസവും പൗർണമി ദിവസമാണ് ഇവിടുത്തെ നമ്മളുടെ പ്രധാന പൂജ നടക്കുന്നത്. ഇനി മുതൽ ഇതുവരെ ദിവസേനയുള്ള പൂജകൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. മാസത്തിൽ ഒരിക്കലും, പിന്നെ വിശേഷാൽ പൂജകളും അങ്ങനെയാണ് നടക്കുന്നത്. ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ വാർഷിക പൂജയാണ്. അപ്പോൾ ഇനി നമ്മൾ എല്ലാ വർഷവും കുംഭമാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച നടത്തുന്ന ഇവിടുത്തെ കൊടുതി ഗുരുസി എന്ന് പറയുന്ന ഒരു ചടങ്ങ് കൂടെ, അത് ഇവിടുത്തെ ഉത്സവമാണ്. അതും നല്ല ഭംഗിയായി നമ്മൾ കൊണ്ടാടാറുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ കുടുംബാംഗങ്ങൾ മാത്രമല്ല, ഇതിന് ചുറ്റുവട്ടത്തുള്ള ഭക്തജനങ്ങൾ എല്ലാവരും വന്ന് ഇവിടെ തൊഴുതു മടങ്ങാറുണ്ട്. തൊഴുതു പോകുന്ന എല്ലാവർക്കും ദേവീ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവതി നല്ല അനുഗ്രഹ സ്വരൂപിണിയായിട്ട് നിലകൊള്ളുന്നു. ഇവിടെ പ്രതിഷ്ഠാ വാർഷിക ദിനത്തിൽ പ്രധാനമായിട്ടും ഗണപതി ഹോമം, അത് കഴിഞ്ഞ് പൊങ്കാല, നമ്മളുടെ അംഗങ്ങളെല്ലാം കുടുംബാംഗങ്ങളിൽ നിന്നെല്ലാം ഇഷ്ടംപോലെ ഇന്നിപ്പോൾ പൊങ്കാല മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊങ്കാലയും അത് കഴിഞ്ഞ് കലശപൂജ, കലശാഭിഷേകം തുടങ്ങി എല്ലാവിധ പൂജകളും, രാവിലെ പ്രഭാത ഭക്ഷണവും, ഉച്ചയ്ക്ക് അന്നദാനത്തോടു കൂടി ഇന്നത്തെ പൂജ പര്യവസാനിക്കുകയാണ്. എല്ലാവർക്കും ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് ദേവീ ചൈതന്യം ഏറ്റുവാങ്ങണം എന്ന് ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ എല്ലാ ഭക്തജനങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവിധ നന്മയും നമ്മുടെ നാടിനും നാട്ടാർക്കും ഉണ്ടാകട്ടെ. ചടയമംഗലത്തിലെ ഏറെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമായി വരും കാലങ്ങളിൽ ഇത് ഉയർന്നു വരും. ചെറുതാണെങ്കിലും എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. അപ്പം ഈ ക്ഷേത്ര ചൈതന്യം ഈ നാടിനും നാട്ടാർക്കും സർവ്വവിധ ഐശ്വര്യങ്ങളും നൽകുമാറാകട്ടെ എന്ന് ദേവീനാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തും. നന്ദി, നമസ്കാരം.
ശ്രീലക്ഷ്മിക്കുണ്ട്. ട്രസ്റ്റിന്റെ വകയായിട്ടുള്ള ഒരു ഉപകാരം, അത് ഉഷ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ലാത്ത തൃശ്ശൂരായതുകൊണ്ട് പകരം ഉഷ ചേച്ചി അത് മേടിക്കും. തിരുമേനി കൊടുത്താൽ മേടിച്ചോളൂ. അവൾക്ക് ഉപകാരം നൽകും വാങ്ങുന്നതിന് വേണ്ടിയിട്ട് വിജയമ്മ ചേച്ചിയെ ക്ഷണിച്ചു കൊടുക്കുന്നത് ഞാൻ തന്നെ നൽകാം.